ഈ കഴിഞ്ഞ ദിവസം 3 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ചില മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമെന്ന് പറയുന്നത് പാട്നയിൽ തന്നെയുള്ള ബങ്കിപ്പൂർ എന്ന് പറയുന്ന, നേരത്തെ പാട്ന വെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP അങ്ങേയറ്റം തകർന്നടിഞ്ഞിരിക്കുന്നു. ആ തകർച്ചയുടെ ആഴം അറിയണമെങ്കിൽ നിങ്ങളിത് മുഴുവനായും തന്നെ കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ബങ്കിപ്പൂരിലേക്ക് വരാം, ബീഹാറിലേക്ക് വരാം. അതിന് തൊട്ടു മുമ്പായിട്ട് അവിടെ പ്രശാന്ത് കിഷോറാണ് ജയിച്ചത്. അതിന് തൊട്ടു മുമ്പായിട്ട് നമുക്ക് അതിന് മുമ്പ് നടന്നിട്ടുള്ള 2 മണ്ഡലങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇതിലേക്ക് വരാം. കാരണം ഇതാണ് BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി. ഇത് 2029-ലേക്കുള്ളൊരു സൂചനയാണോ അതോ 2028-ൽ നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശിലേക്കുള്ളൊരു സൂചനയായിട്ടൊക്കെ കണക്ക് കൂട്ടുന്നവരുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് 2 സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. അത് മധ്യപ്രദേശിലെ ദതി എന്ന് പറയുന്ന മണ്ഡലമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ കുവർ ഖന ശ്യാം സിംഗ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ BJPയുടെ അശുതോഷ് തിവാരിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കോൺഗ്രസ് അവരുടെ മണ്ഡലം തന്നെയായിരുന്നു, ആ മണ്ഡലം നിലനിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത്. പക്ഷേ അതിന് മുമ്പത്തെ തവണ നരോത്തം ദാസാണ് അവിടെ ജയിച്ചത് 2018-ൽ. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് നിലനിർത്തി, അത് 6018 വോട്ടുകൾക്ക് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് അവിടെ വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇതാണ് മധ്യപ്രദേശിലെ ദതിയിൽ സംഭവിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ ഗുജറാത്തിലെ മഞ്ചൽപൂരിൽ, ഗുജറാത്തിൽ നമുക്കറിയാം BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ്. ഗുജറാത്തിലെ മഞ്ചൽപൂരിൽ BJPയുടെ സതേന്ദ്രഭായ് പട്ടേൽ 30,630 വോട്ടിന് കോൺഗ്രസിലെ ഭിക്കാഭായ് റബാരിയെ തോൽപ്പിച്ചു. ഇത് 2 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും തിരിച്ചടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ ഇതേ മഞ്ചൽപൂരിൽ അവിടെ BJP ജയിച്ചത്, ഭൂരിപക്ഷം ജയിച്ചത് 1 ലക്ഷം വോട്ടിനാണ്. ഏതാണ്ട് 70%-ലധികം വോട്ടുകളും തന്നെ BJPക്ക് കിട്ടിയതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് കോൺഗ്രസിന് വോട്ട് കൂടുകയും അതേസമയം ഗുജറാത്തിൽ ഈ പറയുന്ന പോലെ അവരുടെ വോട്ടുകൾ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുകയും 70,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CJPയുടെ പ്രൊട്ടസ്റ്റിന് ശേഷം മോദി ബ്രാൻഡും അതുപോലെ BJPയുടെ വോട്ട് ബേസിലും വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇതൊരു സൂചനയായി കണക്കൂട്ടാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് 2 സംസ്ഥാനങ്ങളിൽ, ഒന്ന് മധ്യപ്രദേശിലും ഗുജറാത്തിലുമാണ് സംഭവിച്ചതെങ്കിൽ 2 പേരും അത് തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഭൂരിപക്ഷങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ബീഹാറിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം അറിയാം, അവിടെ ബങ്കിപ്പൂരിൽ BJPയുടെ വലിയ തകർച്ചയും പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ജൻസ്വരാജ് പാർട്ടി എന്ന് പറയുന്ന വലിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന റിനൗണ്ട് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് കിഷോർ അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് 19,324 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ 19,324 വോട്ടല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ആ ജയം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജയമാണ്. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രശാന്ത് കിഷോറിന് കിട്ടിയത് 64,151 വോട്ടാണ്. അതേസമയം BJPക്ക് കിട്ടിയത് 44,827 വോട്ടാണ്. RJDക്ക് കിട്ടിയത് 14,273 വോട്ടാണ്. അവിടെ ബീഹാറിൽ സാമ്രാജ് ചൗധരി എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതാണ് സംഭവിച്ചത് എന്ന് കേൾക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നില്ലെങ്കിലും, സാധാരണയായി 72-75% വരെ വോട്ടുകൾ അവിടെ BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. എന്ന് പറഞ്ഞാൽ എതിരാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വളരെ നിസ്സാരമായി 10-15% വോട്ടുകളാണ് RJDയും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തവണ വലിയ വിജയമുണ്ടായിട്ടുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 35% മുന്നോക്ക വിഭാഗങ്ങളുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് BJPക്ക് വലിയ അപ്പർ ഹാൻഡ് ഉള്ളത്. കൂടാതെ ഒരു അർബൻ മണ്ഡലം കൂടിയാണ്. പാറ്റ്ന വെസ്റ്റ് എന്നാണ് ഈ മണ്ഡലം നേരത്തെ അറിയപ്പെട്ടിരുന്നത്. 2009-ലാണ് ഈ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. അത് 1995 മുതൽ തന്നെ BJPയുടെ കയ്യിലിരിക്കുന്നൊരു മണ്ഡലമാണ്. സാധാരണ BJPക്ക് 72% ഒക്കെ വോട്ട് കിട്ടാറുള്ളതാണ്. അത് മറ്റു പാർട്ടികൾക്ക് 10-15% വോട്ട് കിട്ടാറേ ഉള്ളൂ. അവിടെയാണ് ഇത്തവണ ഈ വലിയ വിജയം യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോർ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുമ്പോൾ
ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, പാട്നയിലും ബീഹാറിലുമാണ് CJPയുടെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും തുടരുന്നു. BJPക്ക് വലിയ ഇടിവ് പറ്റിയിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് BJP ഒക്കെ രംഗത്ത് വരികയും BJPയുടെ ചില നേതാക്കൾ, യശോധര രാജ സിന്ധ്യ അടക്കം JDUവിൻ്റെ ചില നേതാക്കളടക്കമുള്ള നിരവധി പ്രതിപക്ഷത്തിലെ ആളുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നും അവിടെ ഉള്ളിലുള്ള ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം ഈ മോദി ബ്രാൻഡ് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. ഇനി മറ്റൊരു വലിയ കാര്യം കൂടിയുള്ളത്, ഇത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവിടെ ജയിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള നിതിൻ നബീനാണ്. അദ്ദേഹം കൈവശം വെച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. 2010 മുതൽ അദ്ദേഹം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ആ 2010 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 60,000 ആയിരുന്നു. കഴിഞ്ഞ നവംബറിൽ അവിടെ ഉണ്ടായിരുന്ന നിതിൻ നബീൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 51,936 വോട്ടുകളായിരുന്നു. അപ്പോൾ 51,936 വോട്ടുകളും പ്ലസ് 19,000 വോട്ടുകളും കൂടി മറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തവണ അവിടെ പ്രശാന്ത് കിഷോർ ജയിച്ചിട്ടുള്ളത്. കൂടാതെ മുന്നോക്ക വിഭാഗങ്ങൾക്ക് 35-36% വരെ വോട്ടുള്ള വളരെ കൃത്യമായി പാട്ന വെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമായിരുന്നു. എന്ന് പറഞ്ഞാൽ അർബൻ മണ്ഡലമായിരുന്നു. അപ്പോൾ അർബൻ മണ്ഡലത്തിൽ നിന്ന് പോലും യഥാർത്ഥത്തിൽ അർബൻ മിഡിൽ ക്ലാസ്സുകളൊക്കെ തന്നെ BJPയെ കൈയൊഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ CJPയുടെയൊക്കെ പ്രൊട്ടസ്റ്റിന് ശേഷം മധ്യപ്രദേശിലും ഗുജറാത്തിലും വിശേഷ്യ ബീഹാറിലും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം RJD അല്ല അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. RJDക്ക് 14,273 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് എന്ന് പറയുന്ന പുതിയ പാർട്ടിയാണ്. അങ്ങനെ പ്രശാന്ത് കിഷോർ ബീഹാറിൽ ഒരു MLA ആയി മാറിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. വലിയ തോതിലുള്ള ഒരു നേട്ടമൊന്നും ജൻസ്വരാജിന് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ആളുകളൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവിന് കൂടി ഇത് കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. CJPയുടെ പ്രൊട്ടസ്റ്റ് BJPയെ അടിമുടി ഉലച്ചിരിക്കുന്നു എന്നാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, BJP പ്രോ സംഘപരിവാർ ആളുകളൊക്കെ തന്നെ ഈ CJPയുടെ പ്രൊട്ടസ്റ്റിന് ശേഷം യുവാക്കളെ ഭിന്നിപ്പിക്കുന്നതിനും തങ്ങൾക്ക് ചില നേട്ടമുണ്ടാക്കുന്നതിനും വേണ്ടി റിസർവേഷൻ ഹടാവോ ആന്തോളൻ എന്ന് പറയുന്ന ചില പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ തുടങ്ങുകയും അതിന് 50-60 ലക്ഷം പേരുടെയൊക്കെ പിന്തുണ കിട്ടുകയും ചെയ്തു. പക്ഷെ അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റുകൾക്കൊന്നും വലിയ ഗുണം BJPക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് 36% മുന്നോക്ക വിഭാഗങ്ങളുള്ള ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ കാണിക്കുന്നത്. കാരണം അങ്ങനെയൊക്കെ ഭിന്നിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ യുവാക്കളുടെ ഒരു ഇംപ്രഷൻ അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുമൊക്കെ തന്നെ ഈ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് അത് ഏറെക്കുറെ ആ തന്ത്രവും ഫലിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ബീഹാറിലെ ബങ്കിംപൂർ BJPയെയും നമ്മളോടും പഠിപ്പിക്കുന്നത് അതിൻ്റെ റിസൾട്ട്.